എങ്ങനെ ഇവർക്ക് ഇങ്ങനെ പെരുമാറാനും പ്രവർത്തിക്കാനും കഴിയുമെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവരുൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയമല്ല എന്നുള്ളതാണ്. ആ തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുണ്ടാകേണ്ടത്. ആ തിരിച്ചറിവുണ്ടായാൽ എങ്ങനെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് CPM എന്ന് പറയുന്ന പാർട്ടിയെ മാറ്റിയെടുക്കാനായിട്ട് കഴിയും. ഇപ്പോഴും പറയുന്നത് എന്താണ്? മാറ്റമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ ഉഴപ്പൻ സംഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നാണവുമില്ല ഈ മനുഷ്യർക്ക്. അപ്പം ഇവരിങ്ങനെ നാണം കെട്ട മനുഷ്യരായിട്ട് മാറുന്നത് എന്തുകൊണ്ട് എന്നത് വലിയ രാഷ്ട്രീയ ചോദ്യമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയമില്ലാത്ത ഒരാൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ സംസാരിക്കാൻ പോലും കഴിയുള്ളൂ. ശ്രീ NM പിയേഴ്സൺ, ഒരുപാട് കാര്യങ്ങൾ CPM സമ്മതിക്കുന്നുണ്ട്. നേതാക്കളുടെ സംസാരം, ശരീരഭാഷ, പൊതുജനമധ്യത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്, അത് പ്രചരിപ്പിക്കപ്പെടും എന്നുള്ളത് മനസ്സിലാക്കിയല്ല ആളുകൾ സംസാരിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏറ്റവും കാതലായ വിഷയം 10 വർഷം ഭരണമുണ്ടായിരുന്നു. ആ ഭരണത്തിൻ്റെ സമയത്ത് പാർട്ടിയുടെ നയപരമായ വിഷയങ്ങൾ ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെ കൊണ്ട് കറക്റ്റ് ചെയ്യിക്കാനോ അതല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ആ നയപരമായ വിഷയങ്ങൾക്ക് അനുരൂപമായി വേണം സർക്കാരിൻ്റെ നയം എന്ന നിലയിൽ മുന്നോട്ട് പോകാനോ കഴിഞ്ഞില്ല എന്നുള്ളതാണല്ലോ. മുൻകാലങ്ങളിൽ അത് കഴിഞ്ഞിട്ടുണ്ട്. ഏകോപന സമിതി ഉണ്ടായിരുന്നു, ക്യാബിനറ്റ് ഫ്രാക്ഷൻ ഉണ്ടായിരുന്നു, ആ നിലയിൽ മുമ്പോട്ട് പോയി. പക്ഷേ ഇത്തവണ അത് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ എന്ന ടവറിംഗ് പേഴ്സണാലിറ്റി സർക്കാരിനെ നയിക്കുമ്പോൾ പാർട്ടി ഇതിനോട് ചേർന്ന് പോവുക എന്നുള്ളതല്ലാതെ ഒരു തരത്തിലും ഇടപെടാൻ കഴിയാത്ത ഒരു സംവിധാനമായി മാറിപ്പോയി എന്ന് അഡ്മിറ്റ് ചെയ്യുകയാണല്ലോ. അപ്പം ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ, ഇനിയിപ്പോൾ ഭരണമില്ല ഇപ്പോൾ വരുന്ന 5 വർഷത്തേക്ക് ഏറ്റവും കുറഞ്ഞത്, പക്ഷേ ഇനിയുള്ള മുന്നോട്ട് പോക്കിൽ രാഷ്ട്രീയമായി പാർട്ടിയുടെ ശരികൾ നടപ്പാക്കപ്പെടണമെന്ന് ഉറപ്പിക്കാൻ എന്തുണ്ട് എന്നുള്ളതൊരു പ്രശ്നമല്ലേ? അല്ല, നമ്മൾ ഇതിൻ്റെ അകത്ത് ഓരോ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ CPMൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ, അത് സംസ്ഥാന നേതാക്കളായാലും അതേപോലെ കേന്ദ്ര നേതാക്കളായാലും, അവരുടെ ആശയങ്ങൾ എങ്ങനെയാണ് വരുന്നത്, അവരെങ്ങനെയാണ് സംസാരിക്കുന്നത്, പാർട്ടിയാണ് യഥാർത്ഥത്തിൽ അവർക്ക് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ള ഒരു മാതൃക നിർമ്മിക്കുന്നത്. മുൻകാലങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ്. കൃത്യമായിട്ട് പാർട്ടിയുടെ കാഴ്ചപ്പാടുകൾ അവരിൽ രൂഢമൂലമാകുകയും അവരതിനനുസരിച്ച് പ്രവർത്തിക്കുകയും അവരുടെ സംഭാഷണങ്ങൾ അതിനനുസരിച്ച് വരികയുമൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ പാർട്ടി എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പാർട്ടി ഉൽപ്പാദിപ്പിക്കുന്നത് മുതലാളിത്ത ആശയങ്ങൾ അല്ലെങ്കിൽ ഉപരിവർഗ ആശയങ്ങൾ, അത് വാരിപ്പുണരുന്നതായിട്ടുള്ള മനുഷ്യരെയാണ്. അവരുടെ സംഭാഷണങ്ങളാണ് നമ്മൾ എല്ലാ തരത്തിലും കേൾക്കുന്നത്. ആശാവർക്കർമാരുടെ സമരത്തിലായാലും അതേപോലെ തന്നെ ജ്യോതി ആദിത്യനാഥിൻ്റെ മെസ്സേജ് വായിക്കുന്ന കാര്യത്തിലായാലും ഇതൊക്കെ എങ്ങനെ കഴിയും? ഇവർക്ക് എങ്ങനെയാണ് ഇത് കഴിയുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. ഇവരുടെ രാഷ്ട്രീയം ഇവരുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് മാത്രമാണ് അവർക്ക് അങ്ങനെ സംസാരിക്കാനായിട്ട് കഴിയുന്നത്. അതങ്ങനെ എളുപ്പത്തിൽ തിരുത്താൻ അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇവരുടെ കയ്യിൽ നിന്ന് രാഷ്ട്രീയം കൈമോശം വരികയും ഇവർ ഉപരിവർഗ ധനാഢ്യതയുടെ രാഷ്ട്രീയത്തെ വാരിപ്പുണർന്നവരായി മാറിക്കഴിയുകയും ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോ കാര്യങ്ങളിലും തീരുമാനമെടുക്കുമ്പോൾ അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ആശയം എങ്ങനെയാണ് ഒരു മാർക്സിസ്റ്റുകാരൻ്റെ തലക്കകത്ത് കയറുന്നത് എന്ന് ചോദിക്കണ്ടേ? ഒരിക്കലും കയറാൻ പാടില്ലാത്തൊരു സാധനമാണ്. അത് കയറാൻ പറ്റുന്ന തരത്തിൽ തലക്കകത്ത് ജാലകമുണ്ടാക്കി വെച്ച് അതിനകത്തേക്ക് അതിനെ കയറ്റിയിരുത്തി വാഴിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് അവൻ്റെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. സെക്രട്ടേറിയറ്റ് മെമ്പറായി കഴിഞ്ഞാലും സെക്രട്ടറി ആയിക്കഴിഞ്ഞാലും പോളിറ്റ് ബ്യൂറോ മെമ്പറായി കഴിഞ്ഞാലും ഏത് തരത്തിലുള്ള രാഷ്ട്രീയമാണ് അയാളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പരിശോധിക്കുമ്പോഴാണ് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഭൂരിവർഗ ധനാഢ്യതയുടെ രാഷ്ട്രീയമായി മാറിത്തീരുന്നത്. അതുകൊണ്ടാണ് ആശാവർക്കർമാരുടെ സമരത്തെ അവരെടുത്തതായിട്ടുള്ള സമീപനം അങ്ങനെയായി ഇത് മാറിത്തീർന്നത്. ഓരോ വിഷയത്തിലും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് എങ്ങനെ ഇവർക്ക് ഇങ്ങനെ പെരുമാറാനും പ്രവർത്തിക്കാനും കഴിയുമെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവരുൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയമല്ല എന്നുള്ളതാണ്. ആ തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുണ്ടാകേണ്ടത്. ആ തിരിച്ചറിവുണ്ടായാൽ എങ്ങനെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് CPM എന്ന് പറയുന്ന പാർട്ടിയെ മാറ്റിയെടുക്കാനായിട്ട് കഴിയും. ഇപ്പോഴും പറയുന്നത് എന്താണ്? മാറ്റമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ ഉഴപ്പൻ സംഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നാണവുമില്ല ഈ മനുഷ്യർക്ക്. അപ്പം ഇവരിങ്ങനെ നാണം കെട്ട മനുഷ്യരായിട്ട് മാറുന്നത് എന്തുകൊണ്ട് എന്നത് വലിയ രാഷ്ട്രീയ ചോദ്യമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയമില്ലാത്ത ഒരാൾക്ക് മാത്രമാണ്
ഇത്തരത്തിൽ സംസാരിക്കാൻ പോലും കഴിയുള്ളൂ. CPM-ന്റെ സെക്രട്ടറി ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത്? ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുപ്പിൽ ഇവർ ഈ മതേതര ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുമല്ലോ. ഓരോ സ്ഥലത്തും സ്ഥാനാർത്ഥിയെ നിർത്തുന്ന സമയത്ത് അവിടെയുള്ള വോട്ട് ബാങ്ക് നോക്കി, മതം നോക്കി, ജാതി നോക്കി സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അവരുടെ തലക്കകത്തുള്ള ചിന്ത ഇതാണ്: ഈ മതത്തിൽ, ഈ ജാതിയിൽ വിശ്വസിക്കുന്നവരുടെ വോട്ടും പിന്നെ CPM-ന്റെ ഫിക്സഡ് വോട്ടും കൂടി ചേർത്താൽ വിജയം ഉറപ്പ് എന്ന് പറയുന്നു. ഇത്രമാത്രം ലളിതമായ, ഇത്രമാത്രം റെഡ്യൂസ് ചെയ്യപ്പെട്ട, ന്യൂനീകരിക്കപ്പെട്ട തന്ത്രവും മനസ്സുമായിട്ട് രാഷ്ട്രീയത്തെ അഭിസംബോധന ചെയ്ത് ഒരു പാർട്ടിയാണ് ഈ പാർട്ടി. അതുകൊണ്ടാണ് അവർ വല്ലാത്ത തരത്തിൽ പരാജയപ്പെടുന്നത്. അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള സഹാക്കൾ വീടുകൾ കയറി സന്ദർശിക്കണമെന്ന് പറഞ്ഞ സമയത്ത് കേട്ടില്ല. എന്താ കേൾക്കാത്ത? അവർ ചോദിച്ച ചോദ്യം ഇതാണ്: ആർക്ക് വേണ്ടിയാണ് ഞങ്ങൾ വീട് കയറേണ്ടത്? ഇവനെ മന്ത്രിയാക്കാനും മുഖ്യമന്ത്രിയാക്കാനോ? ആ ചോദ്യം എന്താണ് പാർട്ടി ചോദിക്കാത്തത്? പഴയ കാലത്ത് ആളുകൾ പാടുപെട്ട് ഓരോ വീടും കയറി പാടുപെട്ട് പണിയെടുത്ത് പാർട്ടിയെ വളർത്തിയത് പാർട്ടി എന്ന് പറയുന്നതായിട്ടുള്ള പ്രത്യയശാസ്ത്ര സംവിധാനത്തെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിനാണ്. അതിന് പകരം ഇപ്പോൾ വ്യക്തികൾ, പ്രമാണികൾ, നാട്ടുപ്രമാണികൾ അവരെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളെന്തിന് വീട്ടിൽ കയറണം എന്നാണ് അവർ ചോദിച്ചത്.